അങ്ങനെ പുതിയ പവർ ടീം അംഗങ്ങൾ വന്നേക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച റസ്മിനായിരുന്നു ക്യാപ്റ്റൻ, ഈ ആഴ്ച മുടിയൻ ക്യാപ്റ്റനായി. മുടിയൻ ക്യാപ്റ്റൻ എന്നുള്ള പദവി കിട്ടിയപ്പോഴേ പവർ ടീമിനെ സെലക്ട് ചെയ്യാൻ ബോസണ്ണം പറഞ്ഞു. അപ്പോഴേ മുടിയൻ നന്ദന, അൻസിബ, റസ്മിൻ, അഭിഷേക്, നോറ, സായി 6 പേരെ അങ്ങ് സെലക്ട് ചെയ്തു. അന്നാരെ ബിഗ് ബോസണ്ണിൻ്റെ ഒരു അരുളിപ്പാട്, മകനെ സിയ, ഇത്രയും പേരെ ഈ പവർ ഹൗസ് ഇച്ചിരി രാജകീയ പ്രൗഢിയൊക്കെയാണ്, എങ്കിൽ പോലും ഇത്രയും പേരെ എങ്ങനെ ഒറ്റയടിക്ക് അതിൻ്റെ അകത്തേക്ക് കയറ്റും? ഒന്നാമതെ ഏരിയ പരിമിതി, രണ്ടാമത് അംഗങ്ങളെ ഓരോരുത്തരും എവിക്റ്റായി മറ്റ് ടീമിൽ അംഗങ്ങളില്ലാതായി പോകും. അതുകൊണ്ട് നമുക്കൊരു 4 പേരെ അങ്ങ് സെറ്റാക്കാം. അപ്പോഴേ നമ്മുടെ മുടിയൻ നന്ദനേനെ സീക്രട്ട് ഏജൻറ്റിനെ അങ്ങ് ചവിട്ടിപ്പുറത്താക്കി. കാരണം അവർ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നതാണല്ലോ. അപ്പം അൻസിബ, റസ്മിൻ, അഭിഷേക്, നോറ, അവർ 4 പേരും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിലെ പവർ ടീമായിട്ട് പവറായിട്ട് തന്നെ കളിക്കും. ഇതിൻ്റെ അകത്ത് നോറയും റസ്മിനും അഭിഷേകും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എങ്കിലും അൻസിബ നല്ല രീതിയിൽ തന്നെ ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കും. പറയേണ്ടിടത്ത് കറക്റ്റ് പോയിൻ്റ് കൊള്ളിച്ച് ഒരു വക്കീൽ എങ്ങനെയാണോ കേസ് ജയിക്കുന്നത്, എത്ര കൂർമ്മബുദ്ധിയോടെയാണോ വാക്കുകൾ പ്രയോഗിക്കേണ്ടത്, ആ സംഗതി അൻസിബയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതുവരെ കറക്റ്റായിട്ട് ഒരു ഗെയിമിലോ അല്ലെങ്കിൽ ആരുമായിട്ടോ അടിയുണ്ടാക്കാതെ പുറകോട്ട് മാറി നിൽക്കുന്ന അൻസിബ കഴിഞ്ഞ ആഴ്ച ഗബ്രിയിലൂടെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് വന്നതാണ്. ആ അൻസിബ കറക്റ്റായിട്ട് കരുക്കൾ നീക്കി നോക്കണം. ഈ ആഴ്ച എന്തെങ്കിലും അടിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അൻസിബ എങ്ങനെയാണ് കറക്റ്റായിട്ട് അതിന് പ്രതികരണം കൊടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. അൻസിബ നല്ല ഒരു പ്ലെയറാണ്. പുറകോട്ടിരുന്നാലും വാക്കുകൾ കൊണ്ട് പുള്ളിക്കാരത്തേക്ക് അമ്മാനമാടാനറിയാം. കാരണം മുടിയന് കറക്റ്റായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. കാരണം മുടിയൻ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അൻസിബയോട് ഉറപ്പായിട്ടും ഉപദേശം തേടും. അപ്പോൾ അത് അൻസിബ അത് കറക്റ്റായിട്ട് മുടിയന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പം കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ജിൻഡോ ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴത്തേനും ജിൻഡോ ഒരു പപ്പറ്റായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ പ്രാവശ്യവും സെയിം പവർ ടീമിൻ്റെ കയ്യിൽ ഒരു പപ്പറ്റായിരിക്കും. അഭിഷേകും നല്ല പ്ലെയറാണ്. അഭിഷേകും കറക്റ്റായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി വേണ്ട രീതിയിൽ തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. അപ്പം അൻസിബയും അഭിഷേകും കൂടി പവർ ടീമിനെ നല്ലൊരു ടീമാക്കിയെടുക്കാം. ഏതായാലും നമുക്ക് ഈ ആഴ്ച പവർ ടീം ഏതൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് കണ്ടു തന്നെ കാണാം.